കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ ബി.ജെ.പി. തങ്ങളുടെ വക്താവാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന ചില സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഭീകരതയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന, തീവ്രവാദം വളർത്തുന്ന പാകിസ്ഥാനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരുന്ന നയതന്ത്ര ഇടപെടൽ പദ്ധതിയിൽ ശശി തരൂരിന് മുഖ്യ ചുമതല ലഭിക്കുമെന്നും സൂചനകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രതിനിധി സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് എം.പി. ശശി തരൂരിനെ നിയോഗിക്കാനാണ് മന്ത്രിസഭയുടെ ആലോചന. 5 മുതൽ 6 വരെ പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്ന ഒന്നിലധികം പ്രതിനിധി സംഘങ്ങളെയാണ് ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 22-ന് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന ഈ സംഘം ജൂൺ ആദ്യ ആഴ്ചയോടെ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ വിദേശകാര്യത്തിനായുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ് ശശി തരൂർ. ഇതുകൊണ്ടുകൂടിയാണ് തരൂരിനെ മുന്നിൽ നിർത്താനുള്ള കേന്ദ്രത്തിന്റെ നീക്കം. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്ന തരൂരിനെ മിക്ക രാജ്യങ്ങളുമായി വ്യക്തിപരമായി നയതന്ത്ര സൗഹൃദങ്ങളുണ്ട്. കൂടാതെ വിദേശ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിലും മിടുക്കനാണ്. ഇതുകൂടി അനുകൂലമായി ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. നിലവിൽ ഇത്തരമൊരു കാര്യം ശശി തരൂരുമായി കേന്ദ്രം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. ക്ഷണമെത്തിയാൽ തരൂർ എന്ത് നിലപാട് എടുക്കും എന്നതാണ് നിർണായകം. പാകിസ്ഥാനെതിരായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പരസ്യമായി പിന്തുണ നൽകിയതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും എതിർപ്പ് നേരിടുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് എം.പി. ശശി തരൂരിനെ മോദി ഈ യാത്രയുടെ അമരത്തേക്ക് കൊണ്ടുവരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള തന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ ഐക്യം ഏറെ നിർണായകമായ ഒരു അവസരത്തിൽ പ്രകടിപ്പിച്ച തന്റെ അഭിപ്രായങ്ങൾ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണെന്ന് ശശി തരൂർ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അണിനിരക്കേണ്ടത് വളരെ പ്രധാനമായിരുന്ന ഒരു സമയത്ത് എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചും അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിൽ കുറവുണ്ടായ ആ സമയത്ത് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയുണ്ടാക്കാൻ അമേരിക്ക ഇടപെട്ടെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാരിനെ ശക്തമായി പിന്തുണച്ചാണ് ശശി തരൂർ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നിരവധി നേതാക്കൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി തരൂരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി നിർണായക അവസരങ്ങളിൽ പാർട്ടി വിരുദ്ധ നിലപാടുകൾ പാടില്ലെന്ന് തരൂരിനെ കോൺഗ്രസ് താക്കീത് ചെയ്തുവെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ താക്കീത് വാർത്തകൾ തരൂർ നിഷേധിച്ചു. തരൂർ വ്യക്തിപരമായ അഭിപ്രായമാണ് എപ്പോഴും പറയാറുള്ളത്, പാർട്ടി നിലപാടല്ല എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ സാഹചര്യത്തിലും ബി.ജെ.പി. നേതാക്കൾ തരൂരിനെ ശക്തമായി പിന്തുണച്ചു തന്നെ രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ താനും പങ്കെടുത്തെന്നും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ശശി തരൂർ പറഞ്ഞു. യുദ്ധം നടന്ന സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും കേന്ദ്ര സർക്കാരിനൊപ്പവും സൈനികർക്കൊപ്പവുമാണ് നിന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ച ചില കാര്യങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായി അഭിപ്രായം പറഞ്ഞു. ഞാൻ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഞാൻ പാർട്ടിയുടെ വക്താവുമല്ല. വിദേശകാര്യങ്ങളിൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1971-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയില്ലെന്ന കോൺഗ്രസുകാരുടെ പ്രചാരണത്തിന് ശശി തരൂർ മറുപടി പറഞ്ഞതാണ് കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കിയത്. നിലവിലെ സാഹചര്യം 71-ലെ സാഹചര്യത്തിൽ നേരെ വ്യത്യസ്തമാണെന്നും രണ്ടും താരതമ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നും ശശി തരൂർ അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ശശി തരൂരിനെ അധികം കടന്ന് ആക്രമിക്കാൻ സാധ്യതയില്ല. കാരണം ബി.ജെ.പി. എക്കാലത്തും ഉന്നം വച്ചിരിക്കുന്ന ഒരു നേതാവാണ് ശശി തരൂർ. ബി.ജെ.പി. പക്ഷത്തേക്ക് എത്തിയാൽ തരൂരിന് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളും ഏറെ ഉയർന്നതായിരിക്കുമെന്നതിൽ സംശയമില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ എങ്ങും എത്താതെ പോകുന്ന, ഇലക്ഷനുകളിൽ നല്ല പ്രകടനം പോലും കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്ന കോൺഗ്രസിൽ തരൂർ എത്ര കാലം കൂടി ഇനി നിൽക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ്.